ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ എനിക്ക് തന്നെ കോലോട്ടെ കാണുന്നത്, സത്യം പറഞ്ഞാൽ പുറത്തോട്ടൊന്നും പോകണ്ട, നമുക്ക് വിറ്റാമിൻ ഡിൻ്റെ റൂമിൽ തന്നെ കിട്ടും. കാരണം വെയിൽ നല്ല പോലെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റതാണ്, കണ്ണടി കഴിയുമ്പോൾ കണ്ടതാണ് കേട്ടോ. വലിയൊരു കുരു വന്നിട്ടുണ്ടായി. സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പണിയിട്ടാറുണ്ടല്ലേ. ഓക്കെ, പ്ലാനിങ് എന്താ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ രാവിലെ എനിക്ക് നേരെ പോണത് ഇവൻ്റെ അടുത്ത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി. എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, വെറുതെ ഇട്ട് വട്ടാക്കാൻ വേണ്ടി പോകണം. അവൻ രാവിലെ ഉറക്കൊക്കെ ഇട്ടിരിക്കായിരിക്കും കണ്ടോ. ഞാൻ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. അവൻ എന്നെ കണ്ട ഭയങ്കര ദേഷ്യമാണ്. അറിയില്ല, വീട്ടിൽ അവന് കണ്ടിടാത്ത എന്നെ മാത്രം എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ കുറേ നേരം വെട്ട് കളിപ്പിച്ചപ്പോഴത്തേക്ക് അമ്മയുടെ കാര്യം ചെയ്തേക്കും ഞാൻ അവിടെ നിന്നിട്ട് പോകും കേട്ടോ. അപ്പോൾ ആളെന്തോ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു മുകളിലിരിക്കായിരുന്നു. പോയിട്ട് വട്ടാക്കുക, അത്ര തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഞാൻ പിന്നെ ചെയ്യണൊരു കാര്യം കേട്ടോ. എപ്പോഴൊന്നുമില്ല, പിന്നെ വീഡിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പം ഫ്രിഡ്ജ് വേണം, പേടിക്കേണ്ട, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ രാവിലെ ഐസ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഐസിൽ ഫേസ് ഡിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അത് വെച്ചാൽ നല്ലതായി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫേസിൽ ഇതാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ പഫിനെസ് കുറച്ച് കുറയും. രാവിലെ എനിക്കും ഇങ്ങനെ വീർത്തിട്ടിരിക്കണതൊക്കെ കുറയും, പിന്നെ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. അത് തന്നെയാണ് മെയിൻ കാര്യം. അപ്പോൾ കുറച്ച് ഐസ് എടുത്തിട്ട് ഒന്നുമില്ല, പാത്രത്തിൽ കൊട്ടിടാൻ കുറച്ച് വെള്ളം നിറയ്ക്കുക. എന്നിട്ട് ഒരു കുറച്ച് സെക്കൻഡ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഫേസ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല രസമാണ്. നിങ്ങൾ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക. ചെയ്യണവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ പുറത്തുകൊണ്ടാവും ചെയ്യണം, കാരണം അതിൽ വെള്ളം കൂടെ വീഴും. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. കാരണം മഴക്കാറോ അങ്ങനെ വലിയ വെയിലോ അങ്ങനെ ഒന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റ്. അപ്പോൾ അത് കഴിയുമ്പോൾ എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാൻ വേണ്ടി പോയിട്ട്, അപ്പോൾ കറി എന്തൊക്കെയോ ഇരിപ്പുണ്ട്. ഞാൻ ഓർത്തൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഗോതമ്പൊക്കെ പൊടിയൊക്കെ എടുത്ത് കലക്കിയതാ ദോശയ്ക്ക് വട്ടത്തിൽ ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ആരില്ല, ഞാൻ മാത്രമുള്ള, കാരണം അമ്മച്ചനും ജോലിക്കും. എനിക്കിനി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വേറെ പണിയില്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാ നെയ്യിലൊക്കെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് ദോശേനെ. അപ്പോൾ ദോശയൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാനൊരു കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ബേബ്സില്ലയുടെ കുറേ ഫ്ലേവേഴ്സിൻ്റെ കുറച്ച് സാഷസ് തന്നത്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഫ്ലേവർ ക്ലാസിക്കട, അതായത് നോർമൽ ഫ്ലേവറാണ്. അപ്പോൾ ഒന്നുമില്ല, പാലിളപ്പിക്കാൻ പൊടിയുടെ സെറ്റാണ് കോഫി സെറ്റ്. പക്ഷേ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ ഫ്ലേവറും കഴിച്ചു, എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കോഫി സെറ്റായി. അപ്പോൾ സാമ്പാറും പിന്നെ എന്തോ ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അപ്പോഴാണ് ഓർത്തത് നമുക്കിവിടെ ഒരാളുണ്ടല്ലോ കുഞ്ഞി, അതിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അതിന് രാവിലെ പാലപ്പം നമ്മൾ പാലപ്പിക്കാൻ അതിന് വേണ്ടി മാറ്റി വെക്കും. ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേക്കും അതിനുണ്ടേ കൊടുക്കണം. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലായി അവനുള്ള പാലം കൊണ്ടാൻ ചെല്ലണേന്ന്. അതിൻ്റെ ഒരു പരാക്രമമാണ് അവിടെ കിടന്നിങ്ങനെ കാണിക്കണത്. എങ്ങനെയെങ്കിലും എനിക്ക് തരുമെന്നാണ് കാണിക്കണത്. ഒരു കണക്കിന് ഉള്ളിലൊക്കെ വെച്ചിട്ടോ അവൻ എന്താ കഴിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. ദോശയും സാമ്പാറൊക്കെ സെറ്റാണ്. അപ്പോൾ ഞാൻ ഏതൊരു നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കണ്ടുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ അതേ ഒരു മൂവി കണ്ടു. ഒരു സജഷൻ മൂവി ആയിരുന്നു കേട്ടോ. ഒരാൾ സജസ്റ്റ് ചെയ്താണ്. അടിപൊളി മൂവി കേട്ടോ, തലവൻ എന്നൊരു മൂവി ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാനുണ്ടായി. അപ്പോൾ അതിന് കെട്ടിയൊരുങ്ങി കാണാനായിട്ട് എവിടെയും പോണില്ല. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചെടുക്കാൻ മറന്നു പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ലേസ് കഴിച്ചു. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഓണത്തിന് വാങ്ങിച്ച് പായസം ഇരിപ്പുണ്ടായിരുന്നു. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അത് എന്ത് കാണുകയെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ ഞങ്ങൾ 5 സ്റ്റാർ ഇടാറുണ്ട്, അതാണ് കാണുന്നത്. നിങ്ങൾ ആരുണ്ടെങ്കിൽ പറയാം. ഇപ്പുറത്തെ പായസം ഇപ്പുറത്തെ മീൻകറി, അങ്ങനെ പായസം മീൻകറി അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. രാത്രിത്തേക്ക് ഉണ്ടാക്കിയാണ്. അപ്പോൾ പിന്നെ രാത്രികൾ ഫുഡ് കഴിക്കായിരുന്നു. മീൻകറി എന്ത് മീനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അമ്മ ഉണ്ടാക്കി ഞാൻ കഴിക്കുന്നു. അങ്ങനെ മീനും എല്ലാം കൂടി കുട്ടിയൊരു പിടിയൊക്കെ പിടിച്ചിട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ സത്യം പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ അടുത്ത ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റട്ടെ, എന്തെങ്കിലുമൊക്കെ ഉള്ള ദിവസം ഞാൻ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് സ്പൂണൊക്കെ കഷ്ടപ്പെട്ടെടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് നമ്മുടെ പണിയിലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കയ്യിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ എടുത്താൽ മീൻ പ്ലേറ്റോട് ഇട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ. അപ്പോൾ അടുത്തിട്ട് പിന്നെ കാണാം.